എന്തെങ്കിലും ഒരു പരിഹാരം കാണിച്ചു ഞങ്ങൾ രണ്ട് പേരക്കുട്ടികളും മരുമകളും ഞാനും കൂടി ഇങ്ങനെ ആനയുടെ മുന്നിൽ പെട്ടു. ഇത് എവിടെ തന്നെ ഇതാ ഇവിടുന്ന് ഞങ്ങൾ താഴെ വരിക, ആന ഇവിടുന്ന് അങ്ങോട്ട് വരിക. 7:30 ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കുണ്ട് വലിയ ആന. ഞങ്ങൾ നടന്നു വരികയാണ്. ഞങ്ങൾ 4 പേരുണ്ട്. ഞങ്ങൾ 4 പേര് ഓടിയ കൊണ്ട് മാത്രം രക്ഷപ്പെട്ട്. ആ വീട് കയറി ഇതിലേ വരും, ഇതിലെ കയറിയിട്ട് ഈ റോഡ് ഇങ്ങനെ പോകും. 10-200 വീടുണ്ടെങ്കിൽ എല്ലാ വീടിന്റെ മുറ്റത്തോടെ വരും. എല്ലായിടത്തും പോയിരുന്നു. നമ്മൾ 7 മണി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുന്നില്ല, ഇറങ്ങാൻ പറ്റണ്ടേ. രാത്രിയൊക്കെ ചക്കന്മാർ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ ഫോണിൽ കൂടെ വിളിക്കല, വരുന്നുണ്ട്, അവിടെ ഉണ്ട്, ആനണ്ട്, വരണ്ട. ആനയാണ്. റോഡിലൂടെ സഞ്ചരിക്കാനോ പണിക്ക് പോയവർക്ക് തിരിച്ചു വരാനോ ഒന്നും കഴിയാതെ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇവിടെ എല്ലാവരും ദിവസം പറഞ്ഞ ദിവസം ഉണ്ടാണ്. ഇപ്പോൾ ഫോറസ്റ്റുകാരെ വിളിക്കും, അവർ വരും, അവർ ഇവിടുന്ന് പടക്കം പൊട്ടിക്കും, ആന അതിലേ പോകും. അവരെ വണ്ടി തിരിച്ചെടുത്തു എന്ന് കണ്ട ആന അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ വരും. കുട്ടികൾ ഒളിച്ചിരിക്കുന്ന പോലെ ആന പോയിട്ട് ആ തോടിൻ്റെ അപ്പുറത്ത് പോയി നിൽക്കും. ഫോറസ്റ്റിന്റെ വണ്ടി പോയി കഴിഞ്ഞാൽ അവരപ്പം തന്നെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു. പിന്നെ ലാസ്റ്റ് ഇതൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് പോയി എന്നല്ലാണ്ട് എന്താ ചെയ്യുക? രാത്രി 7 മണി ആയാലും പുറത്തിറങ്ങാൻ വയ്യ. അത് ലൈറ്റും ഇല്ല. ലൈറ്റ് ഉണ്ടെങ്കിൽ ആ പ്രകാശത്തിലെങ്കിലും കാണാന്നൊക്കെ. ഫോറസ്റ്റുകാരുടെ സൈറൺ കേട്ടിരുന്നു. അപ്പം ജനൽ തുറന്ന് നോക്കിയപ്പം ഇവിടെ നിൽക്കായിരുന്നു ആന. ഈ വഴിക്ക് ഇവിടെ ഇവിടെ നിൽക്കായിരുന്നു ആന, ഇവിടെ നിൽക്കുമായിരുന്നു. എന്താ ഞങ്ങൾ ചെയ്യാ? ഞങ്ങളെ മുതലൊക്കെ നശിപ്പിച്ച് കളയുന്നു. പിന്നെ ഇപ്പൊ എന്താ കട്ട ഞങ്ങളിനി? ഇങ്ങനെ ഇവിടുന്ന് കയറിയായിരുന്നു, ഈ ഭാഗത്ത് വരുന്നത്. അവിടുന്ന് കയറി വന്നിട്ട് ഈ വീടിന്റെ ബേക്ക് ഭാഗത്തും ഈ വീടിന്റെ ചുറ്റോട് ചുറ്റും ആന നടന്നിട്ടുണ്ട്. ദിവസവും വരികയാണ് ആന. ദിവസം വന്ന് ഒരു സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ ആന ഇറങ്ങും. അത് 1 ആനയോ 2 ആനയോ ഒന്നല്ല, 5-6 ആന പല സ്ഥലങ്ങളായിട്ട് പല സ്ഥലത്തും. ആ റോഡിന്റെ കോലം കണ്ടില്ല നിങ്ങൾ? എങ്ങനെയാണ് നമ്മൾ ആനന്റെ മുന്നിൽ നിന്ന് കഴിച്ചിലാകും? എന്ത് ചെയ്യാനോ? രാത്രി ആയാലും 9 മണിക്കൊക്കെയാണ് ആന. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ മേപ്പാടി പുഴമൂല എന്ന് പറയുന്ന പ്രദേശത്താണ്. കൃത്യം ഒരാഴ്ച മുന്നേ ഇതേ പ്രദേശത്ത് തന്നെ ഞാൻ വന്നിരുന്നു. അന്ന് നിങ്ങളെ ഞാൻ കാണിച്ചിരുന്നു ആന വീടിൻ്റെ മുറ്റത്തോടെ നടക്കുന്ന ഒരു ഭീകര ദൃശ്യങ്ങളും അതുപോലെ തന്നെ ആ ഒരു പ്രദേശമൊക്കെ നമ്മൾ പോയി കണ്ടിരുന്നു. ആന ആ ഒരു പ്രദേശത്ത് കാട്ടിക്കൂട്ടിയ സംഭവങ്ങളൊക്കെ നമ്മളന്ന് നേരിട്ട് പോയി കണ്ടതാണ്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ ഒരാഴ്ചയായി. അതിനുശേഷവും എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ ആന ഈ ഒരു പ്രദേശത്തോടെ വരുന്നുണ്ട് എന്നുള്ളതാണ് അവർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ എല്ലാ ദിവസവും വരിക, ഇതുപോലെ ഓരോ പ്രദേശത്തെ സംഭവങ്ങളൊക്കെ നശിപ്പിക്കുക, ആളുകൾ ആനയുടെ മുമ്പിൽ ചാടുന്നുണ്ട്. അപ്പോൾ അതൊരു നിത്യസംഭവമായി മാറി എന്നുള്ളതാണ് ഇപ്പോൾ ഇവരെല്ലാം പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു പ്രാവശ്യം കൊണ്ട് ഈ ഒരു പ്രദേശത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതായാലും നമ്മളിന്ന് കാണാൻ പോകുന്നത് അന്ന് നമ്മൾ വന്നതിന് ശേഷം ഇവിടെ മറ്റെന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളതും പിന്നെ ഇവിടുത്തെ ആളുകളോട് നമ്മൾ നേരിട്ടൊന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ഈ ഒരു പ്രദേശത്തേക്ക് വന്നത് കേട്ടോ. ഏതായാലും പുഴമൂല എന്ന് പറയുന്ന പ്രദേശത്ത് എന്താണ് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ആന അല്ലെങ്കിൽ കാട്ടാന കാണിച്ചു വെക്കുന്നത് എന്നുള്ളത് നേരിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കാം. ചേട്ടൻ്റെ പേരെങ്ങനെയാ? ബാലകൃഷ്ണൻ. എന്താ ചേട്ടാ ഇവിടെ ഇപ്പോൾ സ്ഥിരം ഇങ്ങനെ തന്നെയല്ലേ? ഒരാഴ്ചയായിട്ട് സ്ഥിരം ആണല്ലേ? കുളം എപ്പോഴാണ്? വൈകിട്ട് എത്ര മണിയാകത്തേക്കും വരും? രാത്രി വൈകുന്നേരം ചില ദിവസങ്ങളിൽ 8 മണിക്ക് വരും. പിന്നെ നേരം വെളുത്ത കാലത്ത് ഇറങ്ങിപ്പോക്കും. നേരം വെളുത്തിട്ടേ പോകുന്നുള്ളൂ. അതുവരെ ഈ ചുറ്റുവട്ടം ഒക്കെ നടന്നു. നിങ്ങൾ ഓടിച്ചാലും പോവില്ല. വടക്ക വെച്ചാലും ഏതെങ്കിലും വഴിക്ക് പോകും. പിന്നെ ഫോറസ്റ്റുകാർ വന്നിട്ട് 4 വെടി വെട്ടിച്ചാൽ ആ കാപ്പി കാട്ടിലേക്ക് പോകും. അവിടെ മുകളിൽ പിന്നെ അവിടുന്ന് അവർ വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെയും 4 പുറത്തുകൂടെ വരും. അവർ പിന്നെ അങ്ങ് പോയി കഴിയുമ്പോൾ പിന്നെ ഇറങ്ങി വരും അല്ലേ? ഓഹോ, ഒരു കമ്പനേ ഉള്ളൂ. ആ വരണം തന്നെ ഇറങ്ങുന്നല്ലോ സാർ. നല്ലൊരു കുണ്ടുമണിയാണ്. അല്ലേ? നമുക്ക് ഈ പ്രദേശങ്ങളിലൊക്കെ കാണാം ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ചുറ്റും വീടുകളുള്ള സ്ഥലമാണ്. എങ്ങോട്ട് നോക്കിയാലും വീടാണ്. ഇവിടെ എത്ര വീട്ടുകാർ താമസിക്കുന്നത്? 10-200 പേരുണ്ടല്ലേ? അവിടുന്ന് ഇങ്ങോട്ട് ഒരു 10-100 വീടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീടിൻ്റെ മുമ്പിലേ ഒരു ആന വന്നെന്ന് പറഞ്ഞില്ലേ, ഒരു വീഡിയോ വന്നിട്ട് അത് ഇവിടെയാ? ഇവിടെ നിങ്ങൾക്ക് അതുകൊണ്ട് വൈകിട്ട് എങ്ങോട്ടും പോകാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? രാത്രി ഇറങ്ങാൻ പറ്റില്ല. രാത്രി ഇറങ്ങാനൊന്നും പറ്റില്ല. ബുദ്ധിമുട്ടല്ലേ? ഇപ്പോൾ നമ്മൾ വരാൻ തുടങ്ങിയിട്ട് 8-10 കൊല്ലമായി. അതെ. നമ്മൾ നേരത്തെ കണ്ട ആ വീഡിയോയിലുള്ള ആന ഈ ഒരു വീടിൻ്റെ മുമ്പിലാട്ടോ വന്നേ. അല്ലേ? ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ശിവൻ എന്നാണ്.
ഈ വീട്ടിലെ ആളല്ലേ? ആ, ഈ വീട്ടിലെ ആളാണ്. ഇവിടെയാണ് അന്ന് കഴിഞ്ഞ ദിവസം ആന വന്നത്? അതെ, ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ആന വന്നത്. ആന വന്നിട്ട് ഇതാ ആന ചവിട്ടിയ പാടുകളാണിത്. ഇവിടെ വന്നതല്ലേ? അതെ. അതിപ്പോൾ ഇങ്ങനെ ഇവിടുന്ന് കയറി വരുന്നത്, ഈ ഭാഗത്ത് വരുന്നത്? അവിടുന്ന് കയറി വന്നിട്ട് ഇതാ ഈ വീടിൻ്റെ ബേക്ക് ഭാഗത്തും ഈ വീടിൻ്റെ ചുറ്റോട് ചുറ്റും ആന നടന്നിട്ടുണ്ട്. അന്ന് നടക്കുമായിരുന്നു? ദിവസവും വരികയാണ് ആന. ദിവസം വന്ന് ഒരു സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ ആന ഇറങ്ങും. അത് ഒരു ആനയോ രണ്ടാനൊന്നല്ല, 5-6 ആന. പല സ്ഥലങ്ങളായിട്ട് പല സ്ഥലത്തും ആനയാണ്. റോഡിലൂടെ സഞ്ചരിക്കാനോ പണിക്ക് പോയവർക്ക് തിരിച്ചു വരാനോ ഒന്നും കഴിയാതെ പറ്റാത്തൊരു സാഹചര്യമാണ്. അന്ന് വന്നിട്ട് പിന്നെ നിങ്ങൾ അപ്പം ഇവിടെ നിന്നിട്ടായിരിക്കുമല്ലോ ആ വീഡിയോ എടുത്തത്? ആ, ഇവിടെ നിന്നിട്ട് ചേട്ടൻ തന്നെ എടുത്തേ? അതെ അല്ലേ? ഒച്ച ഉണ്ടാക്കിയപ്പോൾ ആന അങ്ങോട്ട് നേരെ പോയി. ഒച്ച ഉണ്ടാക്കിയപ്പോൾ നേരെ താഴേക്ക് പോയേ? ആ, ഇങ്ങനെ അങ്ങോട്ട് താഴേക്ക് പോയി. അവിടെ വീടുകളൊക്കെ ഉള്ളൂ അല്ലേ? ആ, അതൊക്കെ വീടുകളുണ്ട്. 100-300ഓളം വീടുകളുണ്ട് ഈ വാർഡിൽ. അപ്പോൾ അന്ന് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ വരുത്തിച്ചോ? നാശനഷ്ടം ഈ പ്രദേശത്തുള്ള ഒരു തെങ്ങോ കവുങ്ങോ അങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നുമില്ല ഇവിടെ. എല്ലാം ആന വന്നു കഴിഞ്ഞാൽ എല്ലാം ചവിട്ടി മതിച്ച് തിന്ന് നശിപ്പിക്കും. കാർഷിക വിളകളൊന്നുമില്ല. എല്ലാം കൊണ്ടും പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതെ, ഒരു ഫെൻസിങ്ങിൻ്റെ പണി നടന്നിരുന്നു, ഇപ്പോൾ അതും നിർത്തി വെച്ചിരിക്കും. അത് നടക്കുന്നില്ല. അത് എവിടെയായിട്ടാണ്? അത് ഇതിൻ്റെ താഴെ തന്നെ ഈ എസ്റ്റേറ്റിൻ്റെ ബൗണ്ടറിയിലൂടെയാണ് ഇട്ടിട്ടുള്ളത്. അതെ, അതിൻ്റെ പണി ഇപ്പം നിർത്തി വെച്ചിരിക്കുകയാണ്. അധികാരികളും അല്ലെങ്കിൽ പിന്നെ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയാണ്. അതൊന്ന് കാണിച്ചു തരാമോ? ആ ഫെൻസിങ് ഞങ്ങളെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് 7:30 ഏട്ട ഹോസ്പിറ്റലിലായിരുന്നു, മൂത്ത ഏട്ട. അപ്പോൾ ഫുഡ് കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ 7:30 ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഉണ്ട് വലിയ ആന. ഞങ്ങൾ നടന്നു വരികയാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നേർക്ക് വന്നു. ഇപ്പം ഞങ്ങൾ കുട്ടികളും ഞങ്ങൾ 4 പേരും ഉണ്ട്. ഞങ്ങൾ 4 പേരും ഓടിയ കൊണ്ട് മാത്രം രക്ഷപ്പെട്ട്. വഴിക്ക് റോട്ടിൽ തന്നെ നടക്കുകയാണ്. 7 മണി ആയാൽ തന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ ആ സമയത്ത് അന്ന് വന്ന സമയത്ത് അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ല അല്ലേ? അന്ന് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഒരു 7 മണിക്ക് തന്നെ വരാൻ തുടങ്ങിയത് ആ ഒരു സമയത്തും തൊട്ടാണ്. 7 മണിക്ക് തന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. കുട്ടികളും മക്കളെയും കൊണ്ടൊന്നും നമ്മൾ ഒന്ന് എങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഇതിന്റെ തൊട്ട് മുകളിലല്ലേ എരുമപ്പുല്ലി ഭാഗത്തല്ലേ ചെമ്പ്രയെന്ന് ഇറങ്ങുന്ന ഒരാളെ കൊന്നത് ഇവിടെ തന്നെയാണ്. ഞങ്ങള് രക്ഷപ്പെട്ടതിന്റെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് മൂപ്പരെ കൊല്ലുന്നത്. ആ ഒരു സമയത്ത് തന്നെയാണ്. കൊമ്പൻ തന്നെയാ. കൊമ്പൻ ഞങ്ങൾ ഇങ്ങനെ തന്നെ ഇവനെ ഒക്കത്ത് വെച്ച് ഞാൻ നടന്നുകൊണ്ട് വരുന്നത്. ഒരു 7:30 സമയം ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഞങ്ങൾ വരുമ്പോ ഒരു മനുഷ്യനും ഇല്ല വഴിക്ക്. അപ്പൊ ഞങ്ങൾ വരുമ്പോ ഇത് മേലെ ഞങ്ങൾ നേർക്ക് ഓപ്പോസിറ്റ് ആന. അപ്പൊ നമ്മള് ഇവനെയും വെച്ച് ഓടിയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ഞങ്ങൾ തിരിച്ച് അടുത്ത വീട്ടിലേക്ക് ഓടുക ചെയ്തേ. ഫോറസ്റ്റുകാർ വന്നിട്ടാണ് ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കി തന്നത്. 1.5 മണിക്കൂറിന് ശേഷമാണ് വീട്ടിലേക്ക് വരുന്നത്. പൊരുതി മുട്ടിയിരിക്കുക. ആനയെ ശല്യം കൊണ്ട് ഭയങ്കര ശല്യം. ഇവിടെ ഒരു മരണം സംഭവിക്കാതിരിക്കണമെങ്കിൽ അധികാരികളൊന്ന് കണ്ണു തുറക്കണം. അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. കുറച്ച് ദിവസം എല്ലാ ദിവസവും 8 മണി ആവുമ്പോഴേക്കും മൂപ്പരോടെ എത്തും. ഇല്ല ഞാൻ അങ്ങോട്ട് ചാടിക്കാം. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇതൊക്കെ ആനയുടെ തോട്ടുപാടുകളാണ്. നമുക്ക് ഇങ്ങോട്ടൊക്കെ നമുക്ക് ഇതിലൊക്കെ കാണാം കേട്ടോ. ഇതിലേക്ക് ആനെന്ന് കയറിയുന്ന ഈ വീടിൻ്റെ മുറ്റത്ത് നിന്നിട്ടുള്ള ആ ഒരു ദൃശ്യമാണ് നമ്മൾ തൊട്ട് മുൻപ് കണ്ടത്. ഈ വീട്ടിൽ നിന്നിട്ടാണ് ആ ഒരു ദൃശ്യം പകർത്തിയത് കേട്ടോ. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടല്ലോ. ഈ വീടിൻ്റെ ചുറ്റും ആന എന്ന് നടക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. മറ്റേ ആ ഫെൻസിങ് എവിടെയായിട്ട്? ഈ ഭാഗത്താക്കാം. ഫെൻസിങ് കാണിക്കല്ലേ? അത് കാണിച്ചു തരാമോ? കാണിച്ചു തരാം. ഇതൊക്കെ ആന വന്ന് ചവിട്ടി മറിഞ്ഞ് വീണതാണ്. ഇതിലൊക്കെ ആന അങ്ങനെ പൊട്ടിയതല്ലേ? അതെ. സ്റ്റെപ്പൊക്കെ പൊട്ടിച്ചിട്ടുണ്ടല്ലോ. ആന ദിവസവും വരികയാണ്. എല്ലാ ദിവസവും ആന വന്നുകൊണ്ടിരിക്കുകയാണ്.
ഈ ചക്കയൊക്കെ എങ്ങനെ ആന പറിച്ചിട്ടാ? ഇതൊക്കെ ആന ചവിട്ടി പറിച്ചിട്ടാ. ഓ, ഇത് ശരിക്കും എസ്റ്റേറ്റിൻ്റെ ഈ സ്ഥലം? അപ്പുറത്തുള്ള എസ്റ്റേറ്റ്. ഇത് പിന്നെ കയ്യേറ്റ ഭൂമിയാണ്. ഓഹോ, അങ്ങനെ. ആന ഇറങ്ങി വരുന്ന വഴി അതാ കേട്ടോ. ഇതാണ് ഫെൻസിങ്ങിന് വേണ്ടി കമ്പിയിട്ട് പോകും. കമ്പി ഇട്ടേക്കുന്നല്ലേ? ഫെൻസിങ്ങിന് വേണ്ടി കമ്പി ഇട്ടേക്കുന്നല്ലേ? അതെ. സോളാറല്ലേ? സോളാർ. ഈ ഒറ്റ കമ്പിയേ ഉള്ളൂ? അല്ല, ഇതാ അങ്ങുണ്ടല്ലേ? ആണല്ലേ? ഒരു 20 മീറ്റർ ഇട്ട് കമ്പി ഉണ്ടല്ലേ? അതെന്താ അത് പൂർത്തിയാക്കാത്തതെന്ന് എന്താ അവർ പറഞ്ഞത്? പൂർത്തിയാക്കാത്തത് എന്താന്നുള്ളത് പിന്നെ റേഞ്ച് ഓഫീസിൽ നിന്നുള്ളൊരു പിക്കറ്റിംഗ് സമരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് അറിയാൻ കഴിഞ്ഞത് പിന്നെ കോൺട്രാക്ടർ ഇതിൻ്റെ വർക്ക് തീർക്കണം. കോൺട്രാക്ടർ വർക്ക് തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഫണ്ട് പാസ്സാവുള്ളൂ എന്ന് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഇവിടെ പരിസരവാസികളും ജനങ്ങളും ആകെ ഭീതിയിലാണ്. ഇതിൻ്റെ മുകളിൽ എത്ര ദൂരം ഉണ്ട് ഫോറസ്റ്റിലേക്ക്? ഇവിടുന്ന് കുറേ 2 കിലോമീറ്റർ ഉണ്ടാവുമോ? അല്ല, ഇത് എസ്റ്റേറ്റ് ഈ കാപ്പിത്തോട്ടം കഴിഞ്ഞാൽ ഫോറസ്റ്റ് ചെമ്പ്ര. പിന്നെ ഇവിടുന്ന് ഈ തേയിലത്തോട്ടം കഴിഞ്ഞാൽ 3/4 കിലോമീറ്റർ അപ്പുറത്ത് ഒരു പിന്നെ അട്ടക്കാട് എന്ന് പറഞ്ഞ ഫോറസ്റ്റ്. അങ്ങോട്ടുള്ള പാസയിലാണ്. ചെറിയ ഫോറസ്റ്റാ അത്? നായ്ക്കളെ കുറയ്ക്കുന്ന ഒച്ച കേട്ട് നീച്ച് ലൈറ്റ് ഇട്ട പടിതാ ഇതെല്ലാം അങ്ങോട്ട് കടന്നു പോയി ആന. അല്ലെങ്കിൽ നേരെ റോഡിലായിരിക്കും അത് പോവുക. നേരെ റോഡിൽ തന്നെ. മിഞ്ഞാന്ന് ഇതിലെ വരുന്നേ. പിന്നെ മിഞ്ഞാന്ന് വന്നത് ഇതിലാണ്. ഇവിടെ എത്തിയിട്ട് ഞങ്ങളെല്ലാവരും ആട്ടിയിട്ട് ഞങ്ങളും എല്ലാവരും ആട്ടിയിട്ട് ആന അനങ്ങുന്നില്ല. റോട്ടിൽ കൂടെ ഇങ്ങനെ പോകും. അപ്പോൾ താഴെ ഫോൺ വിളിച്ച് പറയുക ചെയ്ത് ആന റോട്ടിൽ കൂടെ വരുന്നുണ്ട്, ശ്രദ്ധിക്കണേന്ന്. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലിങ്ങനെ വിളിച്ച് പറയുക. ഭയങ്കര ശല്യം. എന്തെങ്കിലും ഒരു പരിഹാരം ഞങ്ങൾക്ക് കാണിച്ചു തന്നെ. ഞങ്ങൾ 2 പേരക്കുട്ടികളും മരുമകളും ഞാനും കൂടി ഇങ്ങനെ ആനയുടെ മുന്നിൽ പെട്ടത്. ഇത് എവിടെ തന്നെ ഇവിടുന്ന് ഞങ്ങൾ താഴെ വരിക, ആന ഇവിടുന്ന് അങ്ങോട്ട് വരിക. ഇവിടുന്നാണ് പെട്ടത്. എന്തോ ഭാഗ്യം കൊണ്ടും അവൾ കുട്ടിനെയും വലിച്ച് ഇവളെയും വലിച്ച് അവളോടി എനിക്ക് ഓടാനും വയ്യ, ചാടാനും വയ്യ. കുടുങ്ങി ആനയുടെ മുന്നിൽ പെട്ടു. അങ്ങനെ കഴിച്ചിലായി വന്നതാ. ഇനി എപ്പോഴാ എന്താ ഏതാണെന്നറിയില്ല. ഒന്നും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് പരിഹാരങ്ങൾ കാണിച്ചു തന്നെ. നമുക്ക് അത്രയേ ഉള്ളൂ പറയാൻ. ലീല. എല്ലാ ദിവസവും വരുന്നുണ്ടല്ലേ? ദിവസം ആനയാണ്. എന്താ ഞങ്ങൾ ചെയ്യാ? ഞങ്ങളെ മുതലൊക്കെ നശിപ്പിച്ച് കളയുന്നു. പിന്നെ ഇപ്പൊ എന്താ കട്ടുക ഞങ്ങളിനി? ഈ പറമ്പിന്റെ സൈഡിൽ കൂടെ ഒക്കെ വരൂല്ലേ? പറമ്പിന്റെ സൈഡിൽ കൂടെ അല്ലതാ ആന പോയ കാലടികൾ കണ്ടില്ലേ? ഇവിടെ നല്ലൊരു തെങ്ങുണ്ടായത്. അത് ആ തെങ്ങൊക്കെ അടിയോടെ പറിച്ച് മുഴുവൻ തിന്ന്. വൈകുന്നേരത്തെ ഒരു 8:30 വന്നിട്ട് രാവിലെ 5:30 ഒന്ന് പോയത്. ദിവസം അതാണ് ചെയ്യുന്നത്. എല്ലാ ദിവസവും ദിവസമുണ്ട്. 8:30 കഴിഞ്ഞാൽ പിന്നെ ആന ശല്യമായി. കിടക്കപ്പൊല്ലി രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവർക്കല്ലേ അതാണ് പാട്. ഈ ബൈക്കുകാർ ഇതുവരെ കൽപ്പറ്റ അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ ആവശ്യം വരുമല്ലോ. അല്ല അവിടെയൊക്കെ തങ്ങാൻ പറ്റില്ലല്ലോ. പണിക്ക് പോയാലും അവർ ബൈക്കിലാണ് വരുന്നത്. ഇവിടെ വന്നതിന് ശേഷം നമുക്കൊരു സമാധാനമുള്ളൂ. അല്ലെങ്കിൽ ഏത് സമയം എന്താ സംഭവിക്കുന്നല്ലേ പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഇവിടെ എല്ലാവരും ദിവസം ഉണ്ടാകാൻ ചോർച്ചടിച്ച് ചുമ്മാ പറമ്പിലോട്ട് നോക്കിയാൽ കാണാതിരിക്കും അല്ലേ രാത്രി വൈകിട്ടേ? ദിവസം ഫോറസ്റ്റ് വരുന്നുണ്ട്, ഒരു ആട്ടറുണ്ട്. ഒരു ആട്ടിട്ടുള്ള കാര്യം പിന്നെ അത് പോയി കഴിഞ്ഞാൽ പിന്നെയും വരും, കുറേ വരും. അന്നത്തെ എപ്പിസോഡ് നമ്മൾ ഈ ഒരു വഴിക്ക് പോകുന്ന ഒരു രംഗമൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. അന്ന് ഇവിടെ ഇതൊക്കെ ആന ഇതാക്കിയാ അന്ന് നമ്മൾ ഈ വഴിക്കൂടെ തന്നെ വന്നിരുന്നു. നമ്മൾ അന്ന് ആ വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ എല്ലാ ദിവസവും തന്നെ വരുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. അന്ന് നമ്മൾ ഈ വരുമ്പോൾ ഈ കാൽപ്പാടൊന്നുമില്ല. ഇന്നലത്തെയാ? ഇതെല്ലാ ദിവസവും ഉണ്ട് കേട്ടോ. അന്ന് വന്നപ്പോൾ ഈ കാൽപ്പാടൊന്നും ഇല്ലായിരുന്നു. ഈ പാട് കാണുന്നത് കംപ്ലീറ്റ് ആന നടന്നു പോയ വഴിയാണ് കേട്ടോ. ഈ ഇവിടുത്തെ ചക്ക പറിച്ചാണ് അല്ലേ? ചക്ക പറിക്കാനല്ലേ? എല്ലാ പറമ്പിലും ഇറങ്ങുന്നുണ്ട്. ഒരു പറമ്പിലും ഒഴിവ് നൽകണ്ടോ. നമ്മളന്ന് വന്നപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ പോയാ കേട്ടോ.
അന്ന് വന്നപ്പോൾ നമ്മൾ ഈ വീടും കാര്യങ്ങളൊക്കെ കണ്ടു, അവരുടെ പറമ്പിൻ്റെ അടുത്തോടെ പോയ കാര്യമൊക്കെ പറഞ്ഞു. അതിന് ശേഷവും ആന പിന്നെയും ഇതൊക്കെ പുതിയ കാൽപ്പാടാണ്. അന്ന് നമ്മളിപ്പോൾ വന്നപ്പോൾ ഈ വീട്ടിലുള്ള ആളുകളൊക്കെ സംസാരിക്കും നമ്മൾ കേട്ടോ. ആരെങ്കിലും ആ ഒരു എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണാം. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് ശേഷമാണ് ഈ ഒരു കാപ്പിയും കാര്യങ്ങളൊക്കെ ഇതാ ഓടിച്ചിട്ടിരിക്കുന്നത് കേട്ടോ. എൻ്റെ പേര് ശിവലിംഗൻ. രാത്രി ഉറങ്ങിയിട്ടില്ല. ഞാൻ 4-5 ദിവസം മുന്നേ ഇവിടെ വന്നായിരുന്നേ. അതിനുശേഷം എല്ലാ ദിവസവും വരുന്നുണ്ട്. എല്ലാ ദിവസവും വരുന്നുണ്ട്. ഫോറസ്റ്റ് വരും, ഫോറസ്റ്റുകാർ ആട്ടും. അതാ കൂട്ടമുടേക്ക് ഇപ്പുറത്തൊരു കാടുണ്ട്, ആ കാട്ടിലേക്ക് പോകും. തോട് കടന്നങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർ പോകും. അതിൻ്റെ വൈത്താല അതും വരും. ഇത് രാവിലെ ഫുള്ള് ഇതിലൊക്കെ ആ വീട് കയറിക്കണം, ഇതിലേ വരും, ഇതിലെ കയറിയിട്ട് ഈ റോഡ് ഇങ്ങനെ പോകും. 100-200 വീടുണ്ടെങ്കിൽ എല്ലാ വീടിൻ്റെ മുറ്റത്തോടെ എല്ലായിടത്തും പോയിട്ടുണ്ട്. ഒരു സ്ഥലം ബാക്കിയില്ല. നമ്മൾ 7 മണി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുന്നില്ല, ഇറങ്ങാൻ പറ്റണ്ടേ. രാത്രിയൊക്കെ ചക്കന്മാർ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ ഫോണിൽ കൂടെ വിളിക്കല, വരുന്നുണ്ട്, അവിടെ ഉണ്ട്, ആനണ്ട്, വരണ്ട. അപ്പോൾ പുറത്തുനിന്ന് മേപ്പാടിൽ നിന്നൊക്കെ പണി കഴിഞ്ഞ് വരുന്ന 8 മണി 9 മണിയൊക്കെ ആവും വരും, പണിക്ക് പോയവർക്ക് വരുമ്പോൾ. അപ്പോൾ ഇത് വഴിക്കൊന്ന് വിളിക്കല, ഇവിടെ എവിടെ ഉണ്ടെങ്കിൽ ആന വരുന്നുണ്ട്. നേരത്തെ വീട്ടിൽ പണി എന്തായാലും 8 മണി 9 മണിയൊക്കെ ആവും. ചക്കന്മാർ പുറത്ത് പണിക്ക് പോകുന്നവരല്ലേ, എന്താ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. ഇതാണ്ടില്ല, ഇതാ വീട്, അതാ വീട്, ഇതാ ഇവിടെ കണ്ടില്ല ചവിട്ടി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടുന്ന് ഒരു പ്ലാവിൻ്റെ വേറെ തള്ളിയിട്ടിരുന്നത്, അത് സീറ്റൊക്കെ പൊട്ടി. 7 മണി കഴിഞ്ഞാൽ ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഈ ഒരു വഴി കൂടെ അല്ലേ എല്ലാ ദിവസവും ഇതിലേ വരും. നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഇത്രയാണ് ഈ ആന കണ്ടൊന്നുമില്ല കേട്ടോ. ഇതാ ഇതിലിങ്ങനെ ആയിരിക്കുമല്ലോ വരുന്നത്. ഇതാ എന്നിട്ട് നേരെ ആ വീടിൻ്റെ മുറ്റത്തോടെ കയറി ആ തോട് കിടന്നങ്ങ് പോകും അല്ലേ. ഒരു സ്ഥിരം വഴിയില്ല, പോകുന്നിടത്തൂടെയാണ് പോകുന്നല്ലേ. വീടിൻ്റെ മുറ്റാണെങ്കിലും റോഡാണെങ്കിലും എന്താണെന്നും ആന അതിൻ്റെ ഇഷ്ടം പോലെ അങ്ങ് കയറി. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈ സാധനങ്ങൾ നശിപ്പിക്കുന്നതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾക്ക് ഭീഷണിയാകുന്ന ഒരു പ്രശ്നമല്ലേ ഏറ്റവും. നിങ്ങൾക്ക് ജീവിക്കാനുള്ള ജോലിക്ക് പോകാനോ പണിക്ക് പോകാനോ പുറത്ത് പോയി സാധനം വാങ്ങാനോ ഹോസ്പിറ്റലിൽ പോകാനോ ഒന്നിനും ഒരു 6 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വീട് നമ്മൾ കണ്ടിരുന്നു. ഈ വീടിൻ്റെ മുറ്റത്തോടെയാണ് വലിയ ഒരു ആന പാസ് ചെയ്ത് പോകുന്നൊരു വീഡിയോ നമ്മൾ കണ്ടത്. ആ ഒരു വീഡിയോ പകർത്തിയത് എന്തായിരുന്നു, എത്ര മണിയായപ്പോഴാണ് സംഭവം നടന്നത്? ഒരു 9 മണിയൊക്കെ 9 മണിയായപ്പോൾ അല്ലേ. ഇങ്ങനെ എല്ലാ ദിവസവും വരുന്നുണ്ടോ ഇതിൽ? എല്ലാ ദിവസവും ഉണ്ടല്ലേ. അപ്പം അന്ന് നിങ്ങളെന്താ അപ്പോൾ അത് വന്നപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത് ആന വരുന്നുണ്ടെന്ന്? ഫോറസ്റ്റുകാരുടെ സൈറൺ കേട്ടിരുന്നു. അപ്പോൾ ജനൽ തുറന്ന് നോക്കിയപ്പം ഇവിടെ നിൽക്കായിരുന്നു ആന. ഈ വഴിക്ക് ഇവിടെ ഇവിടെ നിൽക്കായിരുന്നു ആന, ഇവിടെ നിൽക്കുമായിരുന്നു. പിന്നെ അതിങ്ങോട്ട് ഇതിലേക്ക് കയറി ഇങ്ങനെ, ഇത് സ്ഥിരം റൂട്ടാണ് എൻ്റെ. ഈ വഴിക്ക് നമ്മുടെ മുറ്റത്ത് കൂടെ ഇങ്ങനെ പോയിട്ട് തോട് കിടന്ന് അങ്ങനെ പോവാ അല്ലേ. അവിടെ പുറകിൽ കുറെ കവുങ്ങൊക്കെ അന്ന് തന്നെ കളഞ്ഞ? അന്നും പിന്നെ ഇന്നലെയൊക്കെ ആയിട്ട് കളഞ്ഞിട്ടുണ്ട്. എവിടെ പ്രൊവസ്റ്റാ? അവിടെ ഈ കവുങ്ങൊക്കെ കളഞ്ഞ കേട്ടോ. കുറേ കവുങ്ങ് പോയിട്ടുണ്ട്. ഒരു 2-3-4 കവുങ്ങ് പോയിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ഈ വഴിയൊക്കെ ആന പോകുന്ന കേട്ടോ. ഇതിൻ്റെയൊക്കെ കാപ്പിയുടെ കമ്പ് ഒടിച്ചിട്ടേക്കുന്നൊക്കെ നമുക്ക് പല സ്ഥലത്തും കാണാം. ആന പോകാത്തൊരു വഴിയില്ല. ഇതിലിങ്ങനെ ഈ റോഡിൽ നേരെ ഇങ്ങനെ പോയാൽ ചെമ്പ്ര ഭാഗത്തേക്ക് എത്താൻ കേട്ടോ. മുകളിലുണ്ടോ ആ ഭാഗത്താണ് ഫോറസ്റ്റ് ഉള്ളത്. അവിടെ നിന്നാണ് ആന ഇവിടുത്തെ ആ തേയിലത്തോട്ടമൊക്കെ കടന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് കേട്ടോ. ഇത് പോകാത്ത വഴിയില്ലല്ലേ. ഇതൊക്കെ ഇന്നലത്തെ ഉണ്ടോ? ഞാൻ കൂടെ പോകുമ്പോൾ ചവിട്ടി പൊട്ടിച്ചാന്ന് തോന്നുന്നല്ലേ. അമക്കിയിട്ടുണ്ട്. മൂപ്പ് വരാഞ്ഞിട്ട് ഇട്ടാ അല്ലേ. മൂക്കാൻ നോക്കിയിരിക്കല്ലേ. പേര് തങ്കം. ആനിപ്പോൾ ഇന്നലെ ഇതിൽ മിന്നാണ് ഇവിടെ വന്നിട്ട് ഈ നായ കുറച്ചപ്പോൾ കുട്ടികൾ വാല് പറഞ്ഞപ്പോൾ ഇവിടെ നിൽക്കണമെന്ന് മുറ്റത്ത് തന്നെ, ഇവിടെ ഉമ്മർത്തന്നെ. എന്നിട്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയി ആ വളപ്പ് പോയിട്ട് ഇന്നലെ രാവിലെ 6 മണിക്കാണ് പോയിട്ടുള്ളത്. അതുവരെയും ഇവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ ഇതെങ്ങനെ വീടുകളുടെ ഉമ്മർത്ത് കൂടെ അല്ലേ പോണത്. അപ്പോൾ എല്ലാവരും ആരും കാണാത്തവരൊന്നുമില്ല. ഒരു ദിവസവും വരാത്തതും ഇല്ല, എല്ലാ ദിവസവും ഇവിടെ എത്തുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ കുട്ടികളൊക്കെ രാത്രി ഇവരൊക്കെ വരുന്നത് രാത്രി 8 മണിയാവും. മോള് കൽപ്പറ്റ മഹാറാണിയിലാണ് പണിക്ക് പോകുന്നത്. അവിടുന്ന് ഇറങ്ങി ഇവിടെ എത്തുമ്പോൾ 8 മണിയാവും. അവരൊക്കെ വരുമ്പോൾ ആനയുടെ മുന്നേ പെടലുണ്ട് ഉണ്ട്. അവർ വരുമ്പോൾ ആന നിൽക്കുന്നുണ്ടാവും അറിയാണ്ടൊക്കെ. അപ്പോഴത്തേക്ക് ഇവിടുന്ന് ആൾക്കാരെ ഗ്രൂപ്പിലൊക്കെ ഇട്ട് അവരൊക്കെ പറയും. അപ്പോൾ പിന്നെ അങ്ങനെ അവർ നോക്കിയിട്ട് രക്ഷപ്പെടുന്നതാണ്.
എന്താ സംഭവിക്കാന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. വീട്ടിലേക്ക് വരണമെങ്കിൽ ഗ്രൂപ്പൊക്കെ നോക്കി വരേണ്ട അവസ്ഥയല്ലേ? വരേണ്ട അവസ്ഥ. അത് എവിടെയെങ്കിലും നയൽ കാണുമ്പോഴത്തേക്ക് ഇതിലുള്ള കുട്ടികൾ ആരായാലും അവരെ അറിയിക്കും, ഗ്രൂപ്പിലിടെ വരും. അപ്പം എല്ലാവരും അറിയും. അപ്പോൾ ഫോറസ്റ്റുകാരെ വിളിക്കും, അവർ വരും. അവർ ഇവിടുന്ന് പടക്കം പൊട്ടിക്കും, ആന അതിലേ പോകും. അവരെ വണ്ടി തിരിച്ചെടുത്തു എന്ന് കണ്ട ആന അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ വരും. കുട്ടികൾ ഒളിച്ചിരിക്കുന്ന പോലെ ആന പോയിട്ട് ആ തോടിൻ്റെ അപ്പുറത്ത് പോയി നിൽക്കും. ഫോറസ്റ്റിന് വണ്ടി പോയി കഴിഞ്ഞാൽ അവരപ്പം തന്നെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. എന്നിട്ട് ഇവിടുന്ന് വണ്ടി താട്ടാക്കി കഴിഞ്ഞാൽ അവർ അതേപോലെ ഇതിൽ കയറി വരും. പിന്നെ ഇപ്പം എന്താ ചെയ്യുക? ഞങ്ങൾക്ക് വൈകുന്നേരമായി 6 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് ഇപ്പോൾ അവർ താമസിക്കുന്ന ആ ഒരു പ്രദേശം കഴിഞ്ഞിട്ട് തൊട്ട് കുറച്ചുകൂടെ മുകളിലേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ ഇഷ്ടംപോലെ തേയിലത്തോട്ടോ കാര്യങ്ങളൊക്കെയാണ്. ആ കാണുന്നതാണ് ചെമ്പ്ര പീക്ക് കേട്ടോ. ഇതിൻ്റെ താഴ്വാരത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഈ കാണുന്നതൊക്കെ ഫോറസ്റ്റാണ് കേട്ടോ. ഇവിടെ നിന്നൊക്കെയാണ് ആന ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ഇതാണ് ആ ഒരു പ്രദേശം. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഏരിയയാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. എൻ്റെ പേര് ബാലൻ. എൻ്റെ ഈ പ്രദേശം ഈ വഴിക്കൂടെയൊക്കെ വരുന്നുണ്ടോ ആന? ഇതാ എൻ്റെ വീടിൻ്റെ മുന്നിലാണ് ആന. അതാ വന്ന് കാണിച്ചു തരാം. ചാനലിൽ ഇപ്പോൾ വന്ന് എല്ലാം കാണിച്ചു തരാം. നമ്മൾ വീടിൻ്റെ ഉമ്മറത്ത് പിണ്ടിട്ട് പോയി. അതെ, അതന്നെ മിനിഞ്ഞാന്ന് രാത്രി. അന്നാണ് കാണിച്ചു തരാം. ഇതിലെ വന്ന് ഇതിലെ നടക്കാനും വയ്യ. ഇവിടെ ലൈറ്റ് അവിടെ ഒക്കെ എല്ലാ ഇതിലും ലൈറ്റ് ഉണ്ട്. ലൈറ്റുകളൊന്നും കത്തണമില്ല. അത് അവിടെ ഒക്കെ ലൈറ്റ് ഉണ്ട്, ഒന്നും കത്തണമില്ല. ഒന്നും കത്തണമില്ല. ഇത് അതിലൊക്കെ ആന വന്നാ കണ്ടോ? ആ അതുകൊണ്ട് ആനപ്പിണ്ടോ? ഇതാ കാണാറില്ല. അതുകൊണ്ടോ? അതാ അതിലെ വന്ന് ചവിട്ടി. ഇതാ ഇവിടെ പിണ്ടിട്ട്. ഇതിപ്പോ നോണറിയണപ്പോ നമ്മള് പിണ്ടം കാണിച്ചു തരണം. അങ്ങനെയാണ് സ്ഥിതി. ഇത് ഇന്നലെ രാത്രി ഇന്നലെയും വന്നു. ഇവിടെ 9 മണിക്ക് ആന ഇവിടെയാണ്. ഇന്നലെ അങ്ങനെ വന്ന് 2-ാം വീട്ടിലേക്ക് പോയി. അവിടെ എത്തിക്കണ ആന ഡെയിലി വരുന്നുണ്ടല്ലേ? ഡെയിലി ആനയാണ് ഇപ്പോൾ. ഇതാ ഇതിലൊക്കെ ലൈറ്റൊക്കെ ഉണ്ട്. കത്തണില്ല, വെറുതെ ലൈറ്റ് പിടിപ്പിച്ചിടുന്നുള്ളൂ. ഇതൊക്കെ ആന തന്നെ. ആന എൻ്റെ വരവും പോക്കൊക്കെ ഇതിൽ തന്നെയാണ്. ഒക്കെ ഇതിൽ തന്നെയാണ്. ആനല്ല നമ്മൾ കളവൊന്നും പറയുന്നില്ലല്ലോ. അപ്പം നിങ്ങൾ കണ്ടോ? അതാ എതിർച്ചയിൽ കണ്ടോ ആനപ്പിണ്ടോ അവിടെ കിടക്കണം. ഇപ്പൊ എല്ലാ വീടിന്റെ മുറ്റത്തും ആനപ്പിണ്ടാണ്. ഇനിയുണ്ട് മുകളിലേക്ക് പോയാൽ മുകളിലും ഉണ്ട്, റോട്ടിൽ തന്നെ. ആ എന്ത് ചെയ്യാനോ? രാത്രി ആയാലും 9 മണിക്കൊക്കെയാണ് ആന. എവിടെ പോകാനാണ് നമ്മളിത്? അവിടെ 7:30 വരുന്നുണ്ട്. ഇന്നലെ 9:30 ഇവിടെ ഇരുന്ന് നിങ്ങൾ ആ വളവിൽ അവിടുന്ന് വന്നിട്ടാണ് ഇത് എവിടെ വന്നിട്ട് ഇതൊക്കെ അമർത്തി മൂപ്പര് ഇതിൽ തന്നെ കൊണ്ട് പോയി. ഈ റോഡിന്റെ കോലം ആ റോഡിന്റെ കോലം കണ്ടില്ല നിങ്ങൾ? എങ്ങനെയാണ് നമ്മൾ ആനേൻ്റെ മുന്നിൽ നിന്ന് കഴിച്ചിലാകും? അത് പറയും. പിന്നെ ലാസ്റ്റ് ഇതൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് പോയി എന്നല്ലാണ്ട് എന്ത് ചെയ്യുക? രാത്രി 7 മണി ആയാലും പുറത്തിറങ്ങാൻ വയ്യ. അത് ലൈറ്റും ഇല്ല. ലൈറ്റ് ഉണ്ടെങ്കിൽ ആ പ്രകാശത്തിലെങ്കിലും കാണാമെന്നൊക്കെ. അതുമില്ല. ഇവിടെ ഇപ്പോൾ വരുന്നത് ഒറ്റാന് ചില 2 വരുന്നുണ്ട്. പിന്നെ കൂട്ടായിട്ട് വരുന്നുണ്ട്. കൂട്ടായിട്ട് ഇവിടേക്ക് ഇതുവരെ വന്നിട്ടില്ല. 2, 3, 4 വരുന്നുള്ളൂ. 2-3 സെക്ഷനാണ്. ആന കണ്ടമാനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് മുഴുവൻ പുഴമൂല എന്ന് പറയുന്ന പ്രദേശമാണ്. ആ പ്രദേശത്തെ ഭീകരമായ ഒരു അവസ്ഥയാണ് നമ്മളിന്ന് കണ്ടത്. കൃത്യം ഒരാഴ്ച മുന്നേ നമ്മൾ ഈ ഒരു പ്രദേശത്ത് തന്നെ വന്നിരുന്നു. അന്ന് നമ്മൾ ഈ പ്രദേശത്തെ അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ അന്ന് കവർ ചെയ്തിരുന്നു. കുറേ വീടുകളുടെ മുമ്പിൽ കൂടെയൊക്കെ നമ്മൾ പോയിരുന്നു. അന്ന് നമ്മൾ കണ്ടാണ് എല്ലാ വീടിൻ്റെയും മുമ്പിൽ കുറേ ആനയുടെ ചവിട്ടുപാടും ആനപ്പിണ്ടവും. അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെ വന്നിരിക്കുകയാണ് ഒരാഴ്ചയ്ക്ക് ശേഷം. അപ്പോൾ അതേ പ്രദേശത്ത് തന്നെ അന്ന് വന്നത് കൂടാതെ അന്നത്തെ ദിവസം ഞാൻ വന്നതിന് ശേഷവും പിറ്റേ ദിവസം മുതൽ എല്ലാ ദിവസവും ആന വരുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ വീണ്ടും ഇവിടെ വന്നത്. അപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടല്ലോ, എല്ലാ വീടിൻ്റെ മുറ്റത്തോടെ ആനയുടെ കാലിൻ്റെ ചവിട്ടുപാടും. എല്ലാവരും തന്നെ ആനയെ കാണുന്നുണ്ട്, നേരിട്ട് ആനയുടെ മുമ്പിൽ ചെന്ന് പെടുന്നുണ്ട്. അപ്പോൾ വലിയ ഒരു അവസ്ഥയിൽ തന്നെയാണ്. ആളുകൾക്ക് വൈകിട്ട് ഒരു 7 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലാത്തൊരു സാഹചര്യം. അതുപോലെ തന്നെ രാവിലെ 6 മണി 7 മണി വരെയൊക്കെ ആന ഈ പ്രദേശത്ത് തുടരുകയാണ് എന്നുള്ളതൊക്കെ വലിയ ഒരു ഭീകരാവസ്ഥ തന്നെയാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടാകുക എന്ന് തന്നെയാണ് ഇവരുടെയൊക്കെ ഒരു ആവശ്യവും. കാരണം ഒത്തിരി ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. കാര്യം പറഞ്ഞാൽ ഇത് എൻക്രോച്ച്മെൻ്റ് ഏരിയയാണ്. പക്ഷേ നിരവധി ആളുകൾ ഇവിടെ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. 200-ന് മുകളിൽ വീടുകൾ താമസമുള്ള ഒരു പ്രദേശം കൂടിയാണ്. നമ്മൾ അതിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമേ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളൂ. എല്ലാ പ്രദേശത്തും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ എന്നാണ് ഇവർ പറഞ്ഞത്. എല്ലാ പറമ്പിലും ആന ചവിട്ടാത്തൊരു പറമ്പും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇവരൊക്കെ പറഞ്ഞത്. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.